ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് തബ്നയിലാണ് മനസ്സിലായി കാണും. അപ്പോൾ കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ ആവശ്യങ്ങളുള്ള സാധനങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ഒരു സാധാരണ ടോയ് കാറോ നിങ്ങൾ വീട്ടിലുള്ള സാധാരണ ടോയ് കാറ് മതി. പിന്നെ ഇതിലേക്ക് വേണ്ടിയുള്ള പവർ കൊടുക്കാൻ വേണ്ടി ഒരു 9 വോൾട്ട് ബാറ്ററിയുടെ ആവശ്യമുണ്ട്. പിന്നെ ഒരു ഇതേപോലുള്ള ഒരു അഡാപ്റ്ററിൻ്റെയും പിന്നെ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഒരു സ്വിച്ചും വേണം. പിന്നെ ഇതേപോലുള്ള കാറിൻ്റെ ബാക്ക് പോർഷൻ വേണം. അതിൻ്റെ ഒരു മോട്ടറും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള പോർഷനാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കാറിങ് എടുത്ത ശേഷം അതിന് മണ്ടയിലത്തെ ആ ഒരു ടോപ്പ് ഫ്ലോർ ഉണ്ടല്ലോ, ഒരു ബോഡി, ആ ടോപ്പ് ഫ്ലോർ അതങ്ങ് ഇതേപോലെ അങ്ങ് എടുത്ത് കളയണം. അത് നമുക്ക് ആവശ്യമില്ല, ഏത് കാറിൻ്റെ ആയാലും അതങ്ങ് കളയണം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത ഒരു പോർഷൻ ഉണ്ടല്ലോ, കാറിൻ്റെ ബാക്കിൽ നിന്ന് വെട്ടിയെടുത്ത പോർഷൻ, അത് നമ്മൾ നേരെ ഇതിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. ഇതിൽ കൃത്യം സെൻട്രലായിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ സൂപ്പർ ഗ്ലൂ ഫെവിക്വിക്ക് എന്തായാലും കുഴപ്പമില്ല, എങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശയാണ്. കാരണം നമ്മൾ ഓടാൻ നേരത്തെ വൈബ്രേഷൻ വരാൻ നേരത്തെ ഇളകി പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഒട്ടിച്ച് റെസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പവർ കൊടുക്കാൻ വേണ്ടി നേരത്തെ എടുത്ത നമ്മൾ 9 വോൾട്ട് ബാറ്ററിയും കൂടെ അഡാപ്റ്ററും കൂടി എടുത്ത് നേരെ ഫിക്സിൽ കൊടുക്കുക. അതുപോലെ നമ്മൾ ബാറ്ററി എടുത്ത് ഇവിടെ ഫിക്സ് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ സ്വിച്ച് എടുത്ത് നമ്മൾ കാറിലേക്കും ഫിക്സ് ചെയ്യണം. അതേപോലെ നല്ല രീതിക്ക് ഒട്ടിക്കേണ്ടത് ഹോട്ട് ഗ്ലൂ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഫെവിക്വിക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്വിച്ചൊക്കെ ഒട്ടിച്ചെടുത്ത ശേഷം നമ്മൾ വയറൊക്കെ നല്ല രീതിക്ക് അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോമ്പിനേഷൻ ആയിട്ടുള്ള വയറാണ് എടുക്കുക. ഒന്നെങ്കിൽ റെഡ്, ബ്ലാക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള 2 കളർ വെച്ച് വേണം എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അവസാനം ഫിക്സ് ചെയ്യുന്ന നേരത്തെ എളുപ്പമായിരിക്കും. അതിനുശേഷം അവസാനം നിങ്ങൾ വരുമ്പോൾ ഇത് കണ്ടില്ല, സ്വിച്ചിൽ നിന്നും മോട്ടറിൽ നിന്നും ഒരു 2 ഡിഫറെൻറ്റ് കളർ വയർ വരും. അത് അങ്ങനെ തന്നെ ഫിക്സ് ചെയ്യണം. എന്നാലേ നമ്മൾ ഇതിൻ്റെ ഒരു മെക്കാനിസം ഫുള്ളി കംപ്ലീറ്റ് ആവും. എന്നാലേ ഫോർവേഡിലേക്ക് നീങ്ങത്തൂല, അല്ലെങ്കിൽ നമ്മൾ ബാക്ക്വേഡ് നീങ്ങി പോത്തേലും. അതിനുശേഷം ഇതേപോലെ 2 ബാമ്പു സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്. ചെറിയൊരു ബാമ്പു സ്റ്റിക്ക് അല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് ആയാലും മതി, കുഴപ്പമില്ല. ശേഷം നമ്മൾ കാരണം റോബോട്ടിക്സ് ആംസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക, ആ 2 വീലിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് സെക്യൂർ ആയിരിക്കാൻ വേണ്ടി സെലോ ടേപ്പ് ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നല്ല സ്പീഡിൽ കറങ്ങാൻ നേരത്ത് ഇതൊന്നും നൽകി പോത്തില്ല, അതിന് വേണ്ടിയാണ് ഒട്ടിച്ചിരിക്കുക കേട്ടോ. അതിനുശേഷം ഇതേപോലെ വലിയൊരു ബാമ്പു സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ റോബോട്ടിൻ്റെ ആമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഒട്ടിച്ച ചെറിയൊരു ബാമ്പുവിൽ നിന്നും നേരെ ഗ്രൗണ്ട് ലെവൽ ടച്ചായി നിൽക്കുന്ന രീതിയിൽ വേണ്ടിയാണ് നമ്മൾ മാർക്കിൽ ഒടിക്കേണ്ടത്. കാരണം എന്നാലേ നമുക്ക് കൃത്യമായിട്ട് വർക്കാവും. ഞാൻ ഒന്നും കൂടെ പറയാം, നമ്മൾ ചെറിയ ബാമ്പു സ്റ്റിക്കിൽ നിന്നും കൃത്യം ഗ്രൗണ്ട് ലെവലിലേക്ക് ടച്ചായി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ബാമ്പു സ്റ്റിക്ക് എടുത്ത് രണ്ടും സെയിം അളവിൽ വേണം കട്ട് ചെയ്യേണ്ടത്. 2 ബാമ്പു സ്റ്റിക്ക് അതേപോലെ കട്ട് ചെയ്ത ശേഷം ഇതേപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. സെലോ ടേപ്പ് യൂസ് ചെയ്ത് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇരിക്കും, കൃത്യം ഗ്രൗണ്ട് ലെവലിൽ ടച്ച് ആവുന്ന രീതിയിൽ. ഓക്കെ, നോക്കണേ, കൃത്യം ടച്ച് ആവുന്ന രീതിയിൽ വേണം നമുക്ക് ഇതേപോലെ വെട്ടിയെടുത്ത് ഒട്ടിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി സെലോ ടേപ്പ് യൂസ് ചെയ്യുന്ന സെക്യൂർ ആക്കി കൊടുക്കുക. കാരണം 9 വോൾട്ട് ബാറ്ററി ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കറണ്ട് വരും. അപ്പോൾ നല്ലൊരു പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ പ്രഷർ വരുമ്പോൾ നമ്മൾ ബാമ്പു സ്റ്റിക്കൊക്കെ ഇളകി പോകാൻ നല്ലൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി സെലോ ടേപ്പ് യൂസ് ചെയ്ത് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളതിൽ ഹോട്ട് ഗ്ലൂ ഗണ്ണോ ഉണ്ടെങ്കിൽ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളതിൽ അത് തീർന്നുകൊണ്ടാണ് നമ്മൾ സെലോ ടേപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫിനിഷിങ്ങിലൊക്കെ ചെറിയ കുറവുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ നമ്മളെ റോബോട്ട് ഇവിടെ കൃത്യം റെഡി ആയിട്ടുണ്ട്, എല്ലാം സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ റോബോട്ടിൽ നിന്നൊരു ഹെഡ് പോർഷൻ വെട്ടിയെടുക്കണം. അത് നമ്മൾ കാർഡ്ബോർഡ് പീസ് യൂസ് ചെയ്തിട്ടാണ് വെട്ടിയെടുക്കുന്നത്. അങ്ങനെ ഇതും കൂടി വെച്ച് കൊടുത്താൽ നമ്മൾ റോബോട്ടിൻ്റെ 99% വർക്കും കഴിഞ്ഞ് വേണം പറയാൻ. കാരണം ബാക്കി 1% ഉണ്ട്, അത് നമുക്ക് ടെസ്റ്റ് വെച്ച് നോക്കാനുള്ളതാണ് വർക്കാവില്ലേ എന്ന്. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോവാം. You want it, hurry up and show me how your love feels. Come on right now. No, don't tell me how you really love me. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം കേട്ടോ. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും മാത്രം മതി, അതൊരു വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. I pray your aim is out, so you wanna see you.
ഗൈസ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ഓൺ അക്ഷയ് സൈനിങ് ഔട്ട്. Like